അത് എന്നെ കുഴപ്പം അറിയോ, കാല് കുറച്ചാ പോയി. രാജമല എൻട്രിയിൽ വണ്ടികളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ മൂന്നാർ ഉണർന്നു വരുന്നേ ഉള്ളൂ. ഓണം അവധികൾ തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് ഗസ്റ്റൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് കയറി ഇവിടേക്ക് എത്തുമ്പോഴത്തേനും എന്നാളും ഉച്ച സമയമാവും. സാധാരണഗതിയിൽ ഇവിടെ കുറേ ദൂരം നമുക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലും വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ആ ഒരു പ്രശ്നമില്ല. രാവിലെ സമയമായതുകൊണ്ട് റോഡെല്ലാം വളരെ ഓപ്പണാണ്. നാലനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടീം മെമ്പേഴ്സിനെ ഇന്ന് നല്ല രീതിയിൽ നമ്മളെ പോസ്റ്റ് ആക്കുമെന്നാണ് തോന്നുന്നത്. ഏതായാലും നോക്കാം. സാധാരണഗതിയിൽ എപ്പോഴും ഞാനാണ് പോസ്റ്റ് ആക്കാറുണ്ടായിരുന്നത്. ഇത്തവണ എന്തോ ഞങ്ങൾ ഇച്ചിരി മുന്നേ ഇറങ്ങാൻ പറ്റി. അതും പ്ലാൻ ചെയ്ത ടൈമിൽ ഇറങ്ങാൻ പറ്റിയില്ല, കുറച്ച് ലേറ്റായി. നല്ല വെയിലായി വരുന്നുണ്ട്, പക്ഷേ തണുപ്പുണ്ട്. ക്ലൈമറ്റ് നല്ലതാണ്. നമ്മുടെ നാട്ടിലെയൊക്കെ ചൂടിൽ നിന്ന് ഈ മൂന്നാറിലെ തണുപ്പിലേക്ക് വന്നപ്പോൾ ഇതിലൊരു പ്രത്യേക ഒരു വ്യത്യാസം. അതിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. ഒരുപാട് ബൈക്കേഴ്സിനെ കണ്ടു, ഒത്തിരി സന്തോഷം. ബൈക്കേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫീലാണ്. ഈ തണുപ്പത്ത് ജാക്കറ്റൊക്കെ ഇട്ട് ബൈക്കിന് വരുമ്പോൾ ആ കിട്ടുന്ന ഒരു സന്തോഷം ഒരിക്കലും കിട്ടുകയില്ല. പിന്നെ ജീപ്പിന് ആദ്യമായിട്ടാണ് നമ്മൾ ഈ റൂട്ട് വരുന്നത്. മൂന്നാർ വന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വട്ടവട പോയിരുന്നു. പക്ഷേ ഈ റൂട്ടിൽ മറയൂർ റൂട്ടിൽ ആദ്യമായിട്ടാണ് ജീപ്പിന് വരുന്നത്. അപ്പോൾ അത് കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹവും കൂടെ ആയിരുന്നു. അപ്പോൾ ഈ യാത്രയ്ക്ക് അങ്ങനെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്, ഈ ഭാഗത്തൂടെ ജീപ്പിനൊന്ന് വരണമെന്നുള്ളത്. മേഘങ്ങൾ ശരിക്കും വരച്ച് വെച്ച പോലെ ഉണ്ട്. ഈ വഴിക്ക് വരുമ്പോൾ എപ്പോഴും നമ്മൾ നിർത്തുന്ന ഒരു സ്പോട്ടല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ബൈക്കിന് ട്രിപ്പ് വന്നപ്പോഴും നമ്മളിവിടെ നിർത്തി. ശരിക്കും ഈ കാണുന്ന ഓപ്പോസിറ്റുള്ള മലകൾ മുഴുവൻ ഇറങ്ങി താഴ്വാരത്തിലെത്തണം. മറയൂർ റൂട്ടിലെ ഒരു നല്ല സ്പോട്ടായത് ശരിക്കും. നമ്മുടെ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിൽ പോയതിൻ്റെ പറഞ്ഞിരുന്നു. അതിൻ്റെ വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഈ ഇടത് സൈഡിൽ കാണുന്നതാണ് വെള്ളച്ചാട്ടം. ഇപ്പോൾ വെള്ളമില്ല, പക്ഷേ ഇതിന് താഴെയുള്ള തോട്ടിൽ അത്യാവശ്യം നല്ല ശക്തിക്ക് വെള്ളം ഒഴുകുന്നുണ്ട്. മരങ്ങളും പുൽച്ചെടികളും നിൽക്കുന്ന കാരണം അത്ര ക്ലിയറായിട്ട് കാണത്തില്ല. ഏകദേശം കാണാവുന്നൊരു ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ താമസിച്ച വുഡ്മാൻ ഹൈഡ് ഔട്ടിൻ്റെ ഒരു ട്രീ ഹൗസാണിത്. ഇതിങ്ങനെ ഈ ഒരു മരത്തോട് ചേർന്ന് തന്നെ ഇങ്ങനെ 3 ചെറിയ ഹൗസുകൾ. അത് ഫുള്ള് ഗ്രാൻഡീസ് മരങ്ങൾ വെച്ചിട്ടാണ്. അതിന് മുകളിൽ പുല്ല് മേഞ്ഞ് അത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ദൂരേക്ക് നല്ല മലകളിലേക്ക്, കാന്തല്ലൂർ മലകളിലേക്കുള്ള വ്യൂ ഉണ്ട്. ഈ കയറുന്ന ഇതും സ്റ്റെയർ കേസും അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഈ ഗ്രാൻഡീസ് മരങ്ങളാണ്. അതുകൂടാതെ ഈ സ്ട്രക്ചറിന് ബലം കൊടുക്കാനായിട്ട് ഫ്രെയിം കംപ്ലീറ്റ് GP പൈപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഹട്ടിനകത്ത് ശരിക്കും 2 പേർക്ക് വളരെ സുഖമായിട്ട് കിടക്കാം, 3 പേർക്ക് വേണമെങ്കിലും കിടക്കാം. ഹട്ടിനകത്ത് അധികം വെളിച്ചമില്ല. വൈകുന്നേരങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി. അപ്പോൾ മൊബൈൽ ചാർജ് ചെയ്യാനുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ഇതിനകത്ത് ഒരു ഫാനുണ്ട്, ലൈറ്റുണ്ട്. പിന്നെ ഈ ഹട്ടിൻ്റെ പരിസരങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല പക്ക കാട് തന്നെയാണ്. അതായത് റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമല്ലെന്നേ ഉള്ളൂ, റവന്യൂ ഭൂമിയാണ്. ഈ നിൽക്കുന്ന മരങ്ങളൊക്കെ ഈട്ടിമരം പോലെ തോന്നിക്കുന്നുണ്ട്. ഈട്ടിമരമാണെന്ന് തോന്നുന്നു. ഇത്ര വലിയ ഈട്ടിമരമൊന്നും സാധാരണ വേറെ എവിടെയും കണ്ടിട്ടില്ല. അത്യാവശ്യം നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ്. അതുകൊണ്ട് സൗണ്ടൊക്കെ അടഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു മലയുടെ മുകളിലേക്ക് നമ്മളൊരു ഓഫ് റോഡ് ട്രിപ്പുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോകുന്നത്. ശരിക്കും ഒരു വനത്തിനുള്ളിലുള്ള താമസം. ഇവിടെ ഫാമിലീസ് വരുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. രാത്രി നമ്മളിതിലെ വരുമ്പം ഈ ഒരു കല്ല് വെച്ചുണ്ടാക്കിയ ഈ വഴി കൂടെ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇത് കാപ്പി ചെടികളാണ്. കാപ്പിക്കുരുവൊക്കെ ഇതിൽ നിൽപ്പുണ്ട്, കാണാതെ. അപ്പോൾ ഇവിടെ കാപ്പി മാത്രമാണ് മനുഷ്യൻ നട്ടതായിട്ട് കാണുന്നത്. ബാക്കിയെല്ലാം ഇവിടെ പ്രകൃതിയാ ഉള്ളത് തന്നെയായിരുന്നു. പിന്നെ ഈ പൂക്കളും പൂച്ചെടികളൊക്കെ നമ്മുടെ ഇവിടുത്തെ ഈ പ്രോപ്പർട്ടിയുടെ ആളുകൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ്. ശരിക്കും ഒരു വനം. വലിയ മരങ്ങളും അതിൻ്റെ കൂടെ ചെറിയ
കുറ്റിക്കാടുകളും ഇതെല്ലാം കൂടെ കൂടി ശരിക്കും ഒരു വനം. നമുക്ക് പേടി തോന്നും, എന്നാൽ നമ്മളങ്ങനെ കാര്യമായിട്ട് പേടിക്കേണ്ട റിസ്ക് ഒന്നും ഇവിടെ ഇല്ലെന്നാണ് ഇവർ പറഞ്ഞത്. ഇതിന് ചുറ്റും രാത്രി സമയങ്ങളിൽ ഇലക്ട്രിക് ഫെൻസിങ് ഓണാക്കിയിടും. പകൽ സമയങ്ങളിൽ അകത്തേക്ക് അങ്ങനെ മൃഗങ്ങളൊന്നും വന്ന് അങ്ങനെ ശല്യം ചെയ്യാറില്ലെന്നാണ് പറഞ്ഞത്. പൊതുവേ ചെറിയ ഈ കേഴയും അങ്ങനത്തെ ചെറിയ മൃഗങ്ങളൊക്കെ, അതായത് മനുഷ്യന് ദോഷം ചെയ്യാത്ത മൃഗങ്ങളൊക്കെയാണ് പകൽ സമയത്ത് ഇതിനകത്ത് കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ പ്രോപ്പർട്ടിയിലെ ആൾക്കാർ ഗസ്റ്റുള്ള സമയത്ത് ഇവിടെ ആളുണ്ടാവുള്ളൂ, അല്ലാത്തപ്പോൾ ഇവിടെ ആളുണ്ടാവില്ല. പിന്നീടുള്ളത് ഈ നമ്മൾ പലരും വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഷേപ്പിലുള്ള ഹട്ടാണ്. ജസ്റ്റ് അടുത്ത് പോയി കാണാം. അത്യാവശ്യം നല്ല വെയിലായി. രാവിലെ നല്ല തണുപ്പായിരുന്നു. ഇതും ഈ പറഞ്ഞ പോലെ 3 പേർക്ക് കിടക്കാവുന്ന ഒരു ഹട്ടാണ്. ഇപ്പോൾ നമ്മുടെ ആൾക്കാർ കിടന്നിരുന്ന റൂമാണ്. അതൊന്ന് ക്ലീനായിട്ട് കിടന്നിരുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിനിങ്ങനെ ഒരു ഡോറുണ്ട്. ജസ്റ്റ് കിടന്നുറങ്ങാൻ നമ്മുടെ ലഗേജൊക്കെ ഇതിന് താഴെ സൂക്ഷിക്കാം. ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഇവിടെ അടുത്ത ട്രീ ഹൗസ് ഏതാണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൈപ്പ് വെച്ചിട്ട്. ഈ പ്രോപ്പർട്ടി ടോട്ടൽ 4 ഏക്കർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ രണ്ടാമത്തെ ദിവസം ഇന്നിങ്ങനെ ആരംഭിക്കുകയാണ്. ഞാവള എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്, ഒരു ടോപ്പാണ്, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. 5 വണ്ടിയുണ്ട്. നമ്മുടെ പുള്ളിയുടെ മിഥുനല്ലേ, മിഥുൻ ബ്രോയാണ് പ്രോപ്പർട്ടിയുടെ മിഥുൻ ബ്രോയാണ് നമ്മുടെ ഇപ്രാവശ്യം ഗൈഡ്. അപ്പോൾ ആ സ്ഥലം അവിടെ നേരത്തെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നതാണ്. ആ സ്ഥലം ഒന്ന് പോയി കാണാനായിട്ടാണ് ഇന്നത്തെ യാത്ര. അതോടുകൂടി ഇന്നത്തെ ഓഫ് റോഡ് ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്ത് തിരിച്ചു പോകണം. ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് നമുക്ക് ഇന്ന് ട്രാവൽ ചെയ്യാനുണ്ട്. നമ്മുടെ കൂടെ വന്ന മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. 1-2 പേര് വണ്ടിക്കകത്തൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ മുമ്പോട്ടുള്ള കാഴ്ചകളിലേക്ക് പോവാം. രണ്ടാം ദിവസത്തെ യാത്രകൾ ഇങ്ങനെ ആരംഭിക്കുകയാണ്. ഞാവള എന്ന് പറഞ്ഞ ടോപ്പ് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മുടെ 5 വണ്ടികളും ഉണ്ടെന്ന്. അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് പോകുന്തോറും ആ ട്രാക്ക് വളരെ ചെറിയ ട്രാക്കാണ്. കൃത്യം ജീപ്പിനുള്ള ഒരു ട്രാക്കേ ഉള്ളൂ. അതിലൂടെ വേണം കയറിപ്പോവാൻ. നീ ഇപ്പുറത്ത്
വീഡിയോ റണ്ണിങ് ആണോ? നമ്മൾ ഗ്രൂപ്പ് ഇതുവരെ പോയിട്ടില്ലാത്ത പോലത്തെ നിറച്ച് കൊങ്ങിണിച്ചെടി മുള്ളുകളുള്ള ഒരു ടെറൈൻ. മണ്ണ് ഇപ്പം നല്ല ഉണങ്ങി കിടക്കായതുകൊണ്ട് കയറി പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ നല്ല സ്പെക്കിലുള്ള എംറ്റി ടയറുള്ള വണ്ടികൾ മാത്രമേ ഇതിലേക്ക് കയറുള്ളൂ. കാര്യം ഫുള്ള് മണ്ണ് റോഡ് തന്നെയാണ്. ഇവിടെ മഡ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം ഇന്ന് ഫങ്ഷനിങ് അല്ല. നമ്മുടെ ചിന്നാർ വൈൽഡ് ലൈഫ് ട്രിപ്പിൻ്റെ 2ാമത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കൂടുതൽ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു വെരി മച്ച്.